സദൃശവാക്യങ്ങൾ 26:15 മുതൽ 28 വരെ. മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവന് പ്രയാസം. ബുദ്ധിയോടെ പ്രതിവാദിപ്പിൻ, പ്രാപ്തിയുള്ള 7 പേരിലും താൻ ജ്ഞാനി എന്ന് മടിയന് തോന്നുന്നു. തന്നെ സംബന്ധിക്കാത്ത വഴിക്കൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നത് പോലെ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നു. വിറകു ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്കില്ലാതെയാകും. കരി കനലിനും വിറക് തീക്കും എന്ന പോലെ വഴക്കുകാരൻ കലഹം ജ്വലിക്കുന്നതിന് കാരണം. ഏഷണിക്കാരൻ്റെ വാക്ക് സ്വാദുഭോജനം പോലെ അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. സ്നേഹം ജ്വലിക്കുന്ന അതിരവും ദുഷ്ടഹൃദയം വെള്ളിക്കീടം പൊതിഞ്ഞ മൺകൂടം പോലെയാകുന്നു. വായിക്കുന്നവൻ അതിരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്, അവൻ്റെ ഹൃദയത്തിൽ 7 വെറുപ്പുണ്ട്. അവൻ്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവൻ്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവൻ്റെ മേൽ അത് തിരിഞ്ഞു കൊള്ളും. ഭോഷ്ക് പറയുന്ന നാവ് അതിനാൽ തകർക്കുന്നവരെ ദേഷിക്കുന്നു, മുഖസ്തുതി പറയുന്ന വായ് നാശം വരുത്തുന്നു.